SSLC പരീക്ഷ ഇങ്ങ് അടുത്തെത്തിയല്ലേ. അപ്പോൾ എല്ലാവരും ടെൻഷൻ അടിച്ച് പഠിത്തത്തിൻ്റെ തിരക്കിലായിരിക്കും. നമ്മളിവിടെ നമ്മുടെ പഠിത്തത്തിൻ്റെ ഒരു കലാശക്കൊട്ട് ആരംഭിക്കാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു വിഷയമായിരിക്കും സോഷ്യൽ സയൻസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ക്യാപ്സൂൾ പരുവത്തിൽ ഓരോ ചാപ്റ്റേഴ്സും ഞാൻ വളരെ ലഘുവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ചില ട്രിക്കുകളുമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാൻ ഇതിൻ്റെ റിവിഷൻ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും എൻ്റെ ക്ലാസ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുകളായും ഷെയറുകളായും കമൻറ്റുകളായിട്ടുമൊക്കെ എനിക്ക് തരണം. ഇത്തരത്തിലുള്ള നിങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമായിരിക്കും. അതുപോലെ SSLC കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നിങ്ങളൊരു കേറ്ററ്റ് എക്സാമോ അല്ലെങ്കിൽ ഒരു PSCയുടെ ഏതെങ്കിലും ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ സോഷ്യൽ സയൻസ് പാർട്ടിൽ നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ആ പാർട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഞാൻ നൽകുവാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും നിങ്ങൾ വിട്ടുകളയരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആരംഭിക്കാൻ പോകുന്ന SCERTയുടെ 10th ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 1 ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഹ്യൂമാനിസം ആ ഒരു അധ്യായമാണ് നമ്മളിന്ന് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെച്ചോളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയുന്നതുകൂടെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വളരെ ബൈഹാർട്ടാക്കുവാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം ഈ ചാപ്റ്ററിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയാം അല്ലേ. ഇപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഹ്യൂമാനിസം അല്ലേ. മലയാളത്തിൽ എന്താണ്? മാനവികത എന്ന് പറയും അല്ലേ. 14ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന സിസ്റ്റംസൊക്കെ മാറി വരികയാണ് അല്ലേ. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള പല മേഖലകളിലും വലിയ വലിയ മാറ്റങ്ങൾ വരികയാണ്. അപ്പം ഇവിടെ ഈ മാറ്റങ്ങളിൽ ഗ്രീക്കോ റോമൻ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് യൂറോപ്പിൽ ആകമാനം വ്യാപിക്കുന്നതായിട്ട് കാണാൻ പറ്റും അവരുടെ ഐഡിയാസിലൊക്കെ. ഈ കാലഘട്ടത്തിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഹ്യൂമാനിസ്റ്റിക് പെർസ്പെക്റ്റീവ്സ്, അതായത് ഹ്യൂമാനിസമാണ് അതിൻ്റെ ഏറ്റവും പ്രധാന. മാനവികതയാണ് ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിസ്റ്റം. അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ഫോർമൽ ലൈഫ്, അതായത് നാഗരിക ജീവിതത്തിൻ്റെ ഒരു വളർച്ച. അതുപോലെ തന്നെ പ്രോഗ്രസ് ഓഫ് ട്രേഡ്, വ്യാപാര കാര്യങ്ങളിലുണ്ടാകുന്ന പുരോഗതി. അതുപോലെ റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രങ്ങളുടെ ഉദയം. പിന്നെ ഇൻഡിവിജ്വൽ ലിബർട്ടി, അതെന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തി സ്വാതന്ത്ര്യം അല്ലേ. യൂറോപ്പിലാകമാനം നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയും രാജവാഴ്ചയും ഒക്കെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഈ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ലിബർട്ടിയെക്കുറിച്ചിട്ടുള്ള ആശയങ്ങൾ അവിടെ ഉയർന്നു വരുന്നു. റാഷണലിസം എന്ന് പറഞ്ഞാൽ യുക്തിവാദം. അതുപോലെ സ്പ്രെഡ് ഓഫ് സെക്കുലർ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മതേതര മൂല്യങ്ങളുടെ വ്യാപനം. അതുപോലെ തന്നെ മോണിറ്ററി ഇക്കോണമി, അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഗെയിൻ ബൈ ദ റീജിയണൽ ലാംഗ്വേജ്. പ്രാദേശിക ഭാഷകളൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെയേറെ വളർച്ച പ്രാപിക്കുകയാണ്. ലാസ്റ്റത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ചസ് ഇൻ റെലം ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ആർട്ടിൻ്റെയും സയൻസിൻ്റെയും കലയുടെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ ഒരു മേഖലയിലുണ്ടായ ഒരു വലിയ മാറ്റം. അതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ. മനസ്സിലായോ? ഈ സവിശേഷതകൾ എന്തായാലും നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്താണ് ഈ ഹ്യൂമാനിസ്റ്റിക് പീരീഡിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങളിവിടെ കണ്ടല്ലോ മറ്റൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഗ്രീക്കോ റോമൻ സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ ഒരു സിവിലൈസേഷനെ അറിയപ്പെടുന്നത് ക്ലാസിക്കൽ സിവിലൈസേഷൻ എന്നാണ്. ഓർത്തോണം, എന്താണ്? ക്ലാസിക്കൽ സിവിലൈസേഷൻ. അപ്പോൾ ക്ലാസിക്കൽ സിവിലൈസേഷൻ എന്നറിയപ്പെടുന്ന 2 സിവിലൈസേഷൻസ് ഏതൊക്കെയാണ്? ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ, അത് മറക്കരുത്. ക്ലാസിക്കൽ സിവിലൈസേഷൻ തന്നെ ഗ്രീക്ക് സിവിലൈസേഷൻ്റെ കാലഘട്ടം എന്നൂട്ടെന്ന് പറയാണ്. ഗ്രീക്ക് സിവിലൈസേഷൻ വാസ് ഫ്രം 12th to 4th century BC. അപ്പോൾ 12 BC തൊട്ട് 4th century BC വരെയാണ് ഏത് ഗ്രീക്ക് സിവിലൈസേഷൻ നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ റോമൻ സിവിലൈസേഷൻ്റെ കാലഘട്ടം എന്നാണ് 7th century BC തൊട്ട് 5th century CE വരെയാണ്. ഓക്കെ, അത് ഓർത്തോണേ. മാനവികത യൂറോപ്പിൽ പലവിധ മാറ്റങ്ങൾക്ക് കാരണമായെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു മാറ്റങ്ങളെ കാലഘട്ടത്തിലുണ്ടായ റാപ്പിഡായിട്ടുള്ള ഈ ചേഞ്ചസിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? റിനൈസൻസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ മാനവികത എന്തിലേക്കെത്തി? റിനൈസൻസിലേക്ക് എത്തി. അപ്പോൾ റിനൈസൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് റിനൈസൻസ് ഈസ് കൺസിഡേർഡ് ആസ് എ പീരിയഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ മിഡീവിയൽ ഫ്യൂഡലിസം ടു മോഡേൺ ഏജ്.
മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഫ്യൂഡലിസത്തിൽ നിന്ന് മോഡേൺ ഏജിലേക്ക്, ആധുനിക ഏജിലേക്കുള്ള ആ ട്രാൻസ്ഫോർമേഷൻ്റെ പീരീഡിനെയാണ് എന്തെന്ന് പറയുന്നത്, റിനൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റിനൈസൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ പീരീഡാണ്. അതായത് മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് ആധുനിക യുഗത്തിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടത്തെ, അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ ആ ഒരു സവിശേഷതയാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളം എന്താണ്? നവോത്ഥാനം. ഒരാശയത്തിൽ നിന്നാണ് നവോത്ഥാനം ഉണ്ടായത്. എന്തിൽ നിന്നാണ്? ഹ്യൂമാനിസത്തിൽ നിന്നാണ് നവോത്ഥാനത്തിലേക്ക് എത്തിയത്. നവോത്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? ഇറ്റലി. എവിടെയാണ്? ഇറ്റലി. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഡാഷ് ഈസ് കൺസിഡേർഡ് ആസ് ദ പീരീഡ് ഓഫ് ട്രാൻസ്ഫർമേഷൻ ഫ്രം മെഡീവിയൽ ഫ്യൂഡലിസം ടു ദ മോഡേൺ ഏജ് എന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? റിനൈസൻസ് ആണ്. നമ്മൾ പഠിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ കാലഘട്ടത്തിലുണ്ടായ മാറ്റത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ദ ചേഞ്ചസ് ഒക്യുർഡ് ഇൻ 14th century? 14ാം നൂറ്റാണ്ടിലുണ്ടായ മാറ്റത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അത് ഓർത്തിരിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. വൺ വേർഡ് ഓർത്ത് വെക്കുക, ഹർട്ട് റാംസ്. റാം വോക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം നമുക്ക് ഇങ്ങനെ ഓർത്താൽ മതി, മധ്യകാലഘട്ടത്തിൽ കുറേ രാജാക്കന്മാരും ജന്മിമാരുമൊക്കെ ആയിരുന്നു ഭരിച്ചിരുന്നത്. അവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ ചേഞ്ചസിൻ്റെ ഒരു വോക്ക് അവിടെ നടന്നു, റാം വോക്ക് അല്ലേ? അത് ഓർത്താൽ മതി, ഹർട്ട് റാം. അത് ഒറ്റയടിക്ക് അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാരക്ടറിസ്റ്റിക്സ് കറക്റ്റായിട്ട് റിമെമ്പർ ചെയ്യാം. റാം എന്ന് പറയുമ്പോൾ എച്ച് എന്ന് പറയുന്നത് ഹ്യൂമാനിസം, യു എന്ന് പറയുന്നത് അർബൻ ഗ്രോത്ത്, ആർ എന്ന് പറയുന്നത് റാഷണലിസം, ടി എന്ന് പറയുന്നത് ട്രേഡ് ഗ്രോത്ത്, എസ് സെക്കുലറിസം, ആറ് ലാംഗ്വേജ്, പിന്നെ എ ആർട്ട് റിവൈവൽ, എം മോണിറ്ററി എക്കോണമി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ചേഞ്ചസ്, എസ് എന്ന് പറയുന്നത് എന്താണ്? സയൻറ്റിഫിക് ഗ്രോത്ത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഏതുറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ഏതാണ് ആ കാലഘട്ടത്തിലെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റും. അത് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഇങ്ങനെ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ പറയുന്നത്. റിനൈസൻസ് എന്ന ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിൻറ്റ്സുകളാണ് ഞാനിവിടെ എടുത്ത് പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആദ്യം വരുമെന്ന് അറിയാലോ, മാത്സ് ഫോളോയിങ് ഒക്കെ വരുമെന്ന് അറിയാലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കേറ്ററ്റുകാർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഇത്, ഈ റിനൈസൻസിൻ്റെ പാർട്ടെന്ന് പറയുന്നത്. അപ്പോൾ മീനിങ് ഓഫ് റിനൈസൻസ്. റിനൈസൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? റീബർത്ത് അല്ലെങ്കിൽ പുനർജനനം അല്ലേ? അപ്പോൾ റിനൈസൻസിൻ്റെ അർത്ഥം എന്താണ്? റീബർത്ത്, പുനർജനനം. മനസ്സിലായോ? അല്ലോ ഗ്രീക്കോ റോമൻ കൾച്ചർ. അപ്പോൾ അതിൻ്റെ ഒരു റിവൈവലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബർത്ത് പ്ലേസ് ഓഫ് റിനൈസൻസ്. റിനൈസൻസിൻ്റെ ബർത്ത് പ്ലേസ് എവിടെയാണ്? ഇറ്റലി. റിനൈസൻസ് ആരംഭിച്ച രാജ്യം ഏതാണ്? ഇറ്റലി. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ക്ലാസിക്കൽ സിവിലൈസേഷൻസ് എന്നറിയപ്പെടുന്ന സിവിലൈസേഷൻസ് ഏതൊക്കെയാണ്? ഗ്രീക്ക് ആൻഡ് റോമൻ. ഏതാണ്? ഗ്രീക്ക് സിവിലൈസേഷനും റോമൻ സിവിലൈസേഷനും. ഏതാണ് ക്ലാസിക്കൽ സിവിലൈസേഷൻ? ഗ്രീക്ക് ആൻഡ് റോമൻ സിവിലൈസേഷൻസ് ആണ്. ഇനി അടുത്തത് ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വട്ട് യു മീൻ ബൈ ഹ്യൂമാനിസം? ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സെൻറ്റേഡ് തിങ്കിങ്, അതായത് മനുഷ്യ കേന്ദ്ര ചിന്ത, അതായത് വ്യത്യസ്തമായിട്ടുള്ള റാഷണലിസ്റ്റ് ചിന്താഗതി എന്ത് ചെയ്യുകയാണ്? ആ കാലഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. യുക്തി ചിന്താഗതി ഒക്കെ ഉയർന്നു വരികയാണ്. പല കാര്യങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണം നമുക്ക് ഫ്രഞ്ച് വിപ്ലവമൊക്കെ പഠിക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അവർ പഠിപ്പിച്ച് വെച്ച എന്നാണ്? രാജാവ് പഠിപ്പിച്ച് വെച്ചത് എന്തായിരുന്നു? രാജാധികാരം ദൈവദത്തമാണ്, ദൈവത്താൽ നിയമിതമാണ്. ആരെങ്കിലും അത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെയാണ്. നാഷണലിസത്തിൻ്റെ ആരംഭത്തോടുകൂടെ യുക്തിചിന്ത ആരംഭിക്കുന്നതോടുകൂടെ ആളുകൾ എന്ത് ചെയ്യുകയാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ രാജാക്കന്മാർ പറയുന്നത്? അവരുടെ ദൂർത്തടിക്കുവാൻ വേണ്ടിയിട്ടും അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുമൊക്കെയുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ ഉണ്ടാക്കുന്നതാണെന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ മാറ്റം വരികയാണ്. ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ബ്യൂബോണിക് പ്ലേഗിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് അല്ലേ? എന്താണത്? 4ാം സെഞ്ചുറിയുടെ മധ്യത്തിൽ ഒരു വലിയൊരു പകർച്ചവ്യാധി ഇറ്റലിയിൽ ആകമാനം അഫക്റ്റ് ചെയ്യുകയാണ്. ഇറ്റാലിയൻ സിറ്റിയിലെല്ലാം വ്യാപിക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നു ഈ പകർച്ചവ്യാധി എന്ന് പറയുന്നത്? 1347 മുതൽ 1351 വരെ യൂറോപ്പിലാകമാനം വ്യാപിപ്പിക്കപ്പെട്ട ഒരു പകർച്ചവ്യാധിയാണ്. മാത്രമല്ല, ഈ പകർച്ചവ്യാധി വ്യാപിച്ചവരുടെ ശരീരത്തിലൊക്കെ ഒരു കറുത്ത ബ്ലാക്ക് ബോയിൽസ് കാണപ്പെട്ടു. അതായത് കറുത്ത പുണ്ണുകൾ എന്നൊക്കെ പറയില്ലേ,
ാണ് ഈ ഒരു പകർച്ചവ്യാധി ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? യൂറോപ്പിലെത്തിയത് യൂറോപ്യൻ തുറമുഖങ്ങളിലേക്ക് വ്യാപാരത്തിനായിട്ടെത്തിയ കപ്പലുകളിലെത്തിയ എലികളിലൂടെയാണ് ഈ പ്ലേഗ് യൂറോപ്പിലാകമാനം പടരുന്നത്. മനസ്സിലായോ? ഈ ബ്ലാക്ക് ഡെത്ത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കാണാതെ പഠിച്ചു കൊള്ളണേ എന്താണെന്നുള്ളത്. ചിലപ്പോൾ മാത്സ് ഫോളോയിങ്ങിൽ പോലും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ബ്ലാക്ക് ഡെത്തും ബ്യൂബോണിക് പ്ലേഗും അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും പിടി കിട്ടിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ പാർട്ടിൽ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രിൻറ്റിംഗ് പ്രസ് ഇൻവെൻറ്റർ ആരാണെന്നാണ്. ആരാണ്? ജോൺസ് ഗുട്ടൻബർഗ്. ആരാണ്? ജോൺസ് ഗുട്ടൻബർഗ്. ഇനി അടുത്ത ഒരു കാര്യം, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു അല്ലേ? അപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ഭയങ്കര ഒരു വലിയൊരു വിപ്ലവമായി മാറുകയാണ്. ഹ്യൂമാനിസത്തിൻ്റെ ചിന്താഗതി, മാനവികതയുടെ ചിന്താഗതി എന്ത് ചെയ്യുകയാണ്? സാധാരണ ജനങ്ങളിലൂടെ എത്തപ്പെടാൻ ഇതൊക്കെ കാരണമായി തീരുകയാണ്. ഇനി അടുത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു റിനൈസൻസ് കാലഘട്ടത്തിൽ ആർട്ട് ആൻഡ് സ്കൾപ്ചേഴ്സിനൊക്കെ വലിയൊരു പുരോഗതി ഉണ്ടാകുകയാണ് അല്ലേ? അപ്പം ഇവിടെ പെയിൻറ്റിങ്ങിലൊക്കെ വലിയ വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫാദർ ഓഫ് റിനൈസൻസ് പെയിൻറ്റിങ് ആരാണ്? ജിയോട്ടോ അല്ലേ? അപ്പോൾ ആരാണ്? ജിയോട്ടോ. അത് നിങ്ങൾ ഓർത്തിരിക്കണേ. മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഫേമസ് റിനൈസൻസ് ജീനിയസ് എന്നറിയപ്പെടുന്ന ആരാണ്? ലിയോനാർഡോ ഡാവിഞ്ചി. അപ്പോൾ ഡാവിഞ്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വർക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഏതൊക്കെയാണ്? ലാസ്റ്റ് സപ്പറും മോണോലിസയും. അന്ത്യത്താഴവും മോണോലിസ എന്നുള്ള ഒരു സ്ത്രീയുടെ പെയിൻറ്റിങ്ങും അല്ലേ? അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വളരെ വ്യത്യസ്തമായിട്ട് ഇന്നും ലോകം ഓർക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്ങായി മാറിയതിൻ്റെ കാരണം എന്താണ്? ആ ഒരു കാലഘട്ടത്തിൽ വളരെ തന്മയത്വത്തോടു കൂടി തന്നെയാണ് ആ പിക്ചർ അദ്ദേഹം വരച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്ത്യത്താഴം ലാസ്റ്റ് സപ്പറിൽ ജീസസിനെ ഒറ്റിക്കൊടുക്കുമെന്ന് ജീസസ് പറയുമ്പോൾ ആ ഒരു സമയത്തുണ്ടാകുന്ന ഓരോരുത്തരുടെയും മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻസ് സഹിതം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആ ചിത്രം വരച്ചിട്ടുണ്ട്. അതായത് ഹ്യൂമൻ ബോഡീനെ സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മോണോലിസയുടെ ആ ഒരു ഗൂഢമായിട്ടുള്ള സ്മൈലിങ് അത് വളരെ ലോകപ്രശസ്തമാക്കി മാറ്റി അല്ലേ? ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹീലിയോസെൻട്രിക് തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണെന്നാണ്. ആരാണ്? ഹു ഇൻട്രൊഡ്യൂസ് ദ ഹീലിയോസെൻട്രിക് തിയറി? ആരാണ് മക്കളെ? നിക്കോളാസ് കോപ്പർനിക്കസ്. അതെ, ഹീലിയോസെൻട്രിക് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം, എല്ലാ ഗ്രഹങ്ങളും ഭൂമിയെയാണ് ചുറ്റുന്നത് എന്നാണ് ഈ ഹീലിയോസെൻട്രിക് തിയറി പറയുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ച ആൾ ആരാണ്? കോപ്പർനിക്കസ് ആണ് അല്ലേ? നേരത്തെ വിശ്വാസം എന്താണ്? ഭൂമിയാണ് സൗരയൂഥത്തിൻ്റെ എല്ലാത്തിൻ്റെയും കേന്ദ്രം, എല്ലാ ഗ്രഹങ്ങളും എന്ത് ചെയ്യുകയാണ്? ഭൂമിയെയാണ് ചുറ്റുന്നത് എന്നുള്ള ഒരു വിശ്വാസം നിലനിൽക്കുമ്പോഴാണ് കോപ്പർനിക്കസ് പുതിയ തൻ്റെ ആശയമായിട്ട് ഈ ഒരു ഹീലിയോസെൻട്രിക് തിയറി അവതരിപ്പിച്ചത്. നവോത്ഥാനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിനൈസൻസ് പീരീഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു ഈ ഹീലിയോസെൻട്രിക് തിയറി എന്ന് പറയുന്നത്. ഈ ഒരു സിദ്ധാന്തത്തെ ഗലീലിയോ ഗലീലി വളരെ ശക്തമായിട്ട് പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. റിനൈസൻസ് പീരീഡിലെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നു ടെലിസ്കോപ്പ്. അത് കണ്ടുപിടിച്ച ആളാരാണ്? ഗലീലിയോ ഗലീലി. ഓക്കെ, നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരാണ് റിഫർമേഷൻ്റെ ലീഡർ? അപ്പോൾ ആരാണ്? മാർട്ടിൻ ലൂതറാണ് അല്ലേ? മാർട്ടിൻ ലൂതർ എന്താണ് പറഞ്ഞത്? അന്ന് വരെ കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന ചില അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും തെറ്റായിട്ടുള്ള ചില കാര്യങ്ങൾക്കുമൊക്കെ എതിരായിട്ട് ശബ്ദമുയർത്തുകയും ചില ആശയങ്ങൾ, യഥാർത്ഥ ആശയങ്ങളിലേക്ക് സഭയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് മാർട്ടിൻ ലൂതർ. അടുത്തത് ഹു ഈസ് ദ ലീഡർ ഓഫ് ദ കൗണ്ടർ റിഫർമേഷൻ? കൗണ്ടർ റിഫർമേഷൻ്റെ നേതാവ് ആരാണ്? ഇഗ്നേഷ്യസ് ലയോള അല്ലേ? ലൂതർ കിങ് ആരംഭിച്ച റിഫർമേഷൻ എന്ത് ചെയ്യുകയാണ്? ജർമ്മനിയിലാണ് ആരംഭിച്ചത്. എവിടെയാണ് ആരംഭിച്ചത്? ജർമ്മനിയിൽ. അത് യൂറോപ്പിലാകമാനം സ്പ്രെഡ് ചെയ്യുകയും അനേക ആളുകൾ കത്തോലിക്ക ചർച്ചിനെതിരായിട്ട് എന്ത് ചെയ്യുകയാണ്? അവിടെ നിലനിന്നിരുന്ന ചില അനാചാരങ്ങൾക്കെതിരായിട്ട് പുരോഹിതന്മാരുടെ അനാവശ്യമായിട്ടുള്ള അധികാരങ്ങൾക്കെതിരായിട്ടുമൊക്കെ ശബ്ദമുയർത്തുകയൊക്കെ ചെയ്തപ്പോൾ എന്ത് ചെയ്യുകയാണ്? അതിനെതിരെ കൗണ്ടർ റിഫർമേഷൻ നടത്തിയ ആളാണ് ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്നത്. സ്പാനിഷ് പുരോഹിതനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ദ സൊസൈറ്റി ഓഫ് ജീസസ്. ഓർത്ത് വെച്ചോണേ, സൊസൈറ്റി ഓഫ് ജീസസ്. എന്താണ് ദ സൊസൈറ്റി ഓഫ് ജീസസ്? ആരാണ് ആരംഭിച്ചത്? ഇഗ്നേഷ്യസ് ലയോള. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്ന ആ ഒരു തെറ്റായിട്ടുണ്ടായ രീതികളെയൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളാണ്. പ്രതിനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ഇഗ്നേഷ്യസ് ലയോളയാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ.
ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ്, വൈ റിനൈസൻസ് ബിഗാൻ ഇൻ ഇറ്റലി? എന്തുകൊണ്ടാണ് റിനൈസൻസ് ഇറ്റലിയിൽ ആരംഭിച്ചത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ഒരു ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു മെമ്മറി ട്രിക്കാണ് വിറ്റ്സ്. വിറ്റ്സ് അല്ല കേട്ടോ, വിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇപ്പോൾ ഈ റിനൈസൻസ് പീരീഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയിലുണ്ടായ ഒരു ഉണർവാണ് അല്ലേ. അപ്പോൾ ഒരു ഇൻ്റലിജൻസിൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഓർത്താൽ മതി. വിറ്റ്സിൻ്റെ സ്പെല്ലിംഗ് എന്നാണ്? WITS. W എന്ന് പറയുന്നത് വെൽത്ത് ഫ്രം ട്രേഡ്, വ്യാപാരത്തിൽ നിന്നുണ്ടായ സമ്പത്ത് അല്ലേ. നിങ്ങൾക്കത് സ്കൂളിൽ നിങ്ങൾക്ക് നോട്ട്സൊക്കെ നിങ്ങളുടെ കയ്യിൽ കാണുമല്ലേ. നമുക്കറിയാം വെനീസ്, ജനോവ തുടങ്ങിയിട്ടുള്ള നഗരങ്ങൾ കിഴക്കൻ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുകയും അവിടെ നിന്ന് വളരെയേറെ സമ്പത്തുകൾ ഉണ്ടാക്കുകയും അതുവഴി കല, സാഹിത്യം, ശാസ്ത്രം ഇവയ്ക്കൊക്കെ സപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതെന്താണ്? റിനൈസൻസിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാനിത് കുറേ വിശദീകരിച്ച് ഞാൻ പോകുന്നില്ല, നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കാൻ പറ്റുന്ന കുറേ ട്രിക്കുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നുകൊണ്ടാണ് ക്ലാസ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകും, നിങ്ങൾക്ക് കുറച്ച് പെട്ടെന്ന് ബോറടിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് ബോറടിക്കുമ്പോൾ ഒന്ന് പോസ് ചെയ്ത് വെച്ച് ഒന്ന് എഴുന്നേറ്റ് പോയി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് വന്ന് പിന്നെയും കേൾക്കുക. മനസ്സിലായോ? നെക്സ്റ്റ്, ഇൻഡിപെൻഡൻറ്റ് സിറ്റീസ്. അപ്പോൾ ഈ ഇറ്റലിയിലൊക്കെ കുറേ സ്വതന്ത്ര നഗരരാഷ്ട്രങ്ങളുണ്ടായിരുന്നു. അതായത് ഫ്ലോറൻസ്, വെനീസ്, മിലൻ തുടങ്ങിയവ. അവിടെ രാജാക്കന്മാരുടെ നിയന്ത്രണം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ആശയങ്ങളും കലകളുമൊക്കെ ഇവിടെ വളരെ വ്യാപകമാവുകയാണ്, വളരെ ശക്തമാവുകയാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? റിനൈസൻസിനെ ശക്തിപ്പെടുത്തുകയാണ്. ടി ആണ് വിറ്റ്സിലെ ടി. ടി എന്താണ്? ട്രേഡ് വിത്ത് ഈസ്റ്റ്. അതായത് ക്രൂസൈഡാണ് ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. എന്താണ് ക്രൂസൈഡ്? അതായത് 11 തൊട്ട് 13 സെഞ്ച്വറി വരെ എന്ത് ചെയ്യുകയാണ്, ജെറുസലേം എന്ന ഹോളി ലാൻഡിൻ്റെ മേലിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാംസും ക്രിസ്ത്യൻ മതക്കാരും തമ്മിൽ എന്ത് ചെയ്യുകയാണ്, ഒരു തർക്കം ഉണ്ടാവുകയാണ്. കാരണം ജെറുസലേം എന്ന് പറയുന്നത് രണ്ട് കൂട്ടർക്കും വളരെ പ്രധാനപ്പെട്ട അവരുടെ വിശുദ്ധ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ മേലിൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് രണ്ടുപേരും തർക്കം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് ക്രൂസൈഡ് എന്നറിയപ്പെടുന്നത്. ക്രൂസൈഡ് മുഖാന്തരം ഏഷ്യയിലും യൂറോപ്പിലുമൊക്കെ എന്ത് ചെയ്യുകയാണ്, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു വലിയ ചേഞ്ചസ്, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണ്. അവസാനം എന്തിലേക്കാണ് എത്തിച്ചേരുന്നത്? യെസ്, ഓഫ് കോഴ്സ്, റിനൈസൻസിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ ക്രൂസൈഡിന് ശേഷം കിഴക്കൻ രാജ്യങ്ങളുമായിട്ട് വളരെയേറെ ബന്ധം ശക്തമാവുകയും അവരുടെ സംസ്കാരം, ശാസ്ത്രം, അറിവ് എന്നിവയൊക്കെ എന്ത് ചെയ്യുകയാണ്, ഇറ്റലിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ്. ഇത് ശരിക്കും എന്ത് ചെയ്യുകയാണ്, റിനൈസൻസിന് ഒന്നുകൂടി എന്ത് ചെയ്യുകയാണ്, ആക്കം കൂട്ടുകയാണ്. അടുത്ത എസ് ആണ് സ്കോളേഴ്സ് ആഫ്റ്റർ കോൺസ്റ്റാന്റിനോപ്പിൾ ഫാൾ. അപ്പം കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പതനത്തിന് ശേഷം, അതായത് 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഗ്രീക്ക് പണ്ഡിതന്മാർ എന്ത് ചെയ്തു, അവർ ഇറ്റലിയിലേക്ക് പ്രവേശിക്കുകയും ഇറ്റലിയിലേക്ക് ഗ്രീക്ക് റോമൻ സാഹിത്യവും വിജ്ഞാനവും ശാസ്ത്രവും ഒക്കെ അവർ വീണ്ടും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ എന്ത് ചെയ്യാൻ റിനൈസൻസിന് ഹെൽപ്പ് ചെയ്ത ഘടകങ്ങളാണ്. അപ്പോൾ വിറ്റ്സ് ഓർത്ത് വെച്ചോളൂല്ലോ. എന്ന് പറഞ്ഞാൽ തന്നെ ഇൻ്റലിജൻസ് എന്നാണ് അർത്ഥം. അപ്പം ഇത് ബുദ്ധിപരമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്തത്, റിനൈസൻസ് സ്പ്രെഡ് ചെയ്യുന്നത്. പോയിന്റ്സ് മനസ്സിലായോ മക്കളെ? നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ 2 എക്സ്ട്രാ പോയിന്റ്സ് കൂടെ നമുക്ക് പറയാം. ഫ്ലോറൻസിലെ മെഡിസി പോലെയുള്ള സമ്പന്ന കുടുംബങ്ങൾ എന്ത് ചെയ്യുന്നു, കലയെയും സംസ്കാരത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു. അപ്പോൾ അതും എന്ത് ചെയ്യുകയാണ്, റിനൈസൻസിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാവുകയാണ്. പോയിന്റ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത്, എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു ഇറ്റലി എന്ന് പറയുന്നത് റോമൻ സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. അപ്പോൾ പഴയ ഗ്രീക്ക് റോമൻ സംസ്കാരത്തിൻ്റെ കല, സാഹിത്യം, സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ പുനരുജ്ജീവിപ്പിക്കുവാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ഇത് മറ്റൊരു കാര്യമാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോയാലോ. ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദി ഇമ്പാക്റ്റ് ഓഫ് ബ്ലാക്ക് ഡെത്ത്. ഈ ബ്ലാക്ക് ഡെത്ത് എന്ന് നമ്മൾ കണ്ടായിരുന്നല്ലോ, അതെന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു? നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കുവാൻ, തെറ്റാതെ ഓർത്ത് വയ്ക്കാൻ ഒരു മെമ്മറി ട്രിക്ക് ഞാനിവിടെ പറയുകയാണ്. ഫാൾസ് എന്ന് പറയാൻ എന്താ, തകർച്ച, വീഴ്ച എന്നൊക്കെയുള്ള അർത്ഥമാണ് അല്ലേ. അപ്പോൾ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത് വളരെ വലിയൊരു വീഴ്ച ഉണ്ടാക്കിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയൊക്കെയാണെന്ന് നമ്മൾക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇവിടെ എഫ് എന്താണ്? ഫാളിൻ്റെ ആദ്യത്തെ എഫ് ആണ് അല്ലേ. അപ്പോൾ എഫ് എങ്ങനെയാണ്? ഫാൾ ഓഫ് ഫ്യൂഡലിസം. അപ്പോൾ 14-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ ഒരു ബ്ലാക്ക് ഡെത്ത് കാരണം ഒത്തിരി കർഷകരും തൊഴിലാളികളും ഒക്കെ മരിച്ചു വീഴുകയാണ്. അങ്ങനെ കുറേ സാമന്തന്മാരുടെയൊക്കെ എന്ത് ചെയ്യുകയാണ്, അധികാരം കുറയുകയും കർഷകർക്ക് കൂടുതലായിട്ട് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തു. അതാണ് ഒരു ഇമ്പാക്റ്റ്.
അടുത്തത് എ ആണ്, അഗ്രികൾച്ചറൽ ഡിക്ലൈൻ. അപ്പോൾ അഗ്രികൾച്ചറിലൊരു പതനം ഉണ്ടാവുകയാണ്. ഇത് ഈ ബ്ലാക്ക് ഡെത്ത് കാരണം കുറേ തൊഴിലാളികളൊക്കെ മരിച്ചു പോയതുകൊണ്ട് പല കൃഷിയിടങ്ങളും ഉപേക്ഷിക്കപ്പെടുകയും ഭക്ഷ്യോൽപാദനമൊക്കെ കുറയുകയും ചെയ്തു. എല്ലാണ് ലേബർ ഷോർട്ടേജ്, അതായത് തൊഴിലാളികളുടെ അഭാവം. അപ്പം ഒത്തിരി തൊഴിലാളികൾ ഈ ഒരു ബ്ലാക്ക് ഡെത്ത് വ്യാപിച്ച് മരിച്ചു പോയത് കാരണം എന്ത് ചെയ്യുകയാണ്, ജീവിച്ചിരിക്കുന്ന തൊഴിലാളികൾ കൂടുതൽ വേതനം ആവശ്യപ്പെടുകയും വലിയ വലിയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തു. മനസ്സിലായോ? ഓക്കെ, അടുത്തത് എല്ലാണ്, ലൈഫ് റിഫ്ലക്ഷൻ. എന്താണ്? ഹ്യൂമൻ ഫോക്കസ് ആയിട്ടുള്ള ലൈഫ് റിഫ്ലക്ഷൻ അവിടെ ഉണ്ടാവുകയാണ്. ലൈഫ് റിഫ്ലക്ഷൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ചിന്ത ആളുകളിൽ ബാധിക്കുകയാണ്. അതായത് മരണത്തെയൊക്കെ നേരിട്ട് കണ്ട ആളുകൾ ജീവിതത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് കുറച്ചും കൂടി കാര്യഗൗരവമായി ചിന്തിക്കുകയും ഇത് എന്ത് ചെയ്യുകയാണ്, മനുഷ്യ കേന്ദ്രീകൃത ചിന്തയിലേക്ക്, അതായത് ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അടുത്തത് എസ് ആണ്, സയൻറ്റിഫിക് ക്യൂരിയോസിറ്റി. ഇത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചിന്താഗതിയുടെ തുടക്കമാവുകയാണ് ഇവിടെ. എന്തുകൊണ്ടാണ് വന്നതെന്നൊക്കെ ആളുകൾ വളരെ കാര്യമായിട്ട് ചിന്തിക്കുകയും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റിയിലേക്ക്, കൗതുകത്തിലേക്ക് എത്തിക്കുകയും അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള ചിന്താഗതികളുമൊക്കെ വളർന്നു വരുവാനും കാരണമാവുകയും ചെയ്യുകയാണ്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ചികിത്സയും ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളുമൊക്കെ വളരെ കാര്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വർദ്ധിക്കുകയാണ്. ഇതൊക്കെ എന്തിലേക്കാണ് എത്തിക്കുന്നത്? അത് ഹ്യൂമാനിസത്തിലേക്കാണ് എത്തിക്കുന്നത്. ഈ ഹ്യൂമാനിസം എന്ന് പറയുന്നത് റിനൈസൻസിൻ്റെ ബേസിക് തിങ് ആണ്. ആധാരമെന്ന് പറയുന്നത്, റിനൈസൻസിൻ്റെ ആധാരമെന്ന് പറയുന്നത് ഈ മാനവികതയാണ്. മനസ്സിലായോ? നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ് ഹ്യൂമാനിസം. അപ്പോൾ ഹ്യൂമാനിസത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? വാട്ട് ഈസ് ഹ്യൂമാനിസം? ഹ്യൂമാനിസം എന്നത് മനുഷ്യനെ കേന്ദ്രമാക്കി ചിന്തിക്കുന്ന ഒരു തത്വചിന്തയാണിത്. മനുഷ്യൻ്റെ ജീവിതത്തിനും കഴിവിനും മനുഷ്യൻ്റെ ചിന്തകൾക്കുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒന്നാണ് ഈ ഒരു ഹ്യൂമാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? ഹ്യൂമൻ ലൈഫ് വന്നിട്ടുണ്ട്, മനുഷ്യൻ്റെ ജീവിതമാണ്, മാനവിക ജീവിതം. ഈ ലോകത്തിലെ സന്തോഷവും ഈ ലോകത്തിലെ ജീവിതവും വളരെ പ്രധാനമാണ്, പുരോഗതിയൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നുള്ളൊരു രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു കാലഘട്ടത്തിൽ ശക്തമാവുകയാണ്. ഹ്യൂമാനിസത്തിൽ വരുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ലൈഫാണ്. രണ്ടാമത്തെ കാര്യം റാഷണൽ തിങ്കിങ് ആണ്. അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള സമീപന രീതിയാണിത്. അതായത് ക്രിട്ടിക്കലായിട്ടുള്ള വിമർശനാത്മകമായ ബുദ്ധിയോടുകൂടിയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള അതെന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നുള്ള യുക്തിപരമായിട്ടുള്ള വാദങ്ങളിലൂടെയും ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. എല്ലാ കാര്യങ്ങളെയും കണ്ണടച്ച് വിശ്വസിക്കാതെ തർക്കബുദ്ധിയും യുക്തിൻ്റെയും ഒക്കെ ഉപയോഗിച്ച് ചിന്തിക്കണം എന്നുള്ളൊരു രീതിയാണ് ഇവിടെ കാണുന്നത്. അടുത്ത ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇമോഷൻസ് ആണ്. മനുഷ്യൻ്റെ സ്നേഹം, ദുഃഖം, സന്തോഷം എന്നീ കാര്യങ്ങളെ കലാ സാഹിത്യത്തിലൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു രീതി, അതിനുള്ള ഒരു പ്രോത്സാഹനമായി മാറുകയാണ് ഈ ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻഡിവിജ്വൽ എബിലിറ്റിയാണ്, വ്യക്തിഗതമായിട്ടുള്ള കഴിവുകൾ. അപ്പോൾ ഇവിടെ പറയുന്നത് ഓരോ മനുഷ്യർക്കും ഒരു വ്യക്തിപരമായിട്ടുള്ള ചില കഴിവുകളുണ്ട്, അവ വികസിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നൊക്കെയുള്ള ഒരു ചിന്താ രീതി, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആശയം ഈ കാലഘട്ടത്തിൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ മെഡീവിയൽ ആൻഡ് റിനൈസൻസ് പീരിയഡ്. അപ്പോൾ റിനൈസൻസ് പീരീഡിലെയും അല്ലെങ്കിൽ മെഡീവിയൽ പീരീഡിലെയും പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? മെഡീവിയൽ പീരീഡിൽ ദൈവകേന്ദ്രീകൃതമായിട്ടുള്ള ചിന്താഗതിയാണ് എങ്കിൽ റിനൈസൻസ് പീരീഡിൽ ഹ്യൂമൻ സെൻറ്റേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്താഗതിയാണ്. മെഡീവിയൽ പീരീഡിൽ പ്രധാനമായിട്ടും അവർ എയിം ചെയ്യുന്നത് സ്വർഗീയമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ റിനൈസൻസ് പീരീഡിൽ അത് എന്തായിത്തീരുന്നു മക്കളെ? അത് ഭൂമിയിലെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒന്നായി മാറുകയാണ്. ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു, ഭൂമിയിലെ ജീവിതത്തിൻ്റെ പുരോഗതി. ഫ്യൂഡൽ വ്യവസ്ഥയിൽ തൊഴിലാളികൾ ജീവിച്ചിരുന്ന എങ്ങനെയാണ്? അടിമകളെ പോലെയാണ് അല്ലേ? എന്നാൽ ഇവിടെ ചിന്തകളൊക്കെ മാറുകയാണ്. ഭൂമിയിൽ ഓരോ തൊഴിലാളിക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അവർക്കും കൂടി ഉള്ളതാണ് ഈ ഭൂമി, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അപ്പോൾ പല ചിന്തകളിലും അവരുടെ ചിന്താ രീതികളിലും ഒക്കെ മാറ്റം വരികയാണ്. അപ്പോൾ മെഡീവിയൽ കാലഘട്ടം അന്ധവിശ്വാസത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇവിടെ റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്, ഈ നവോത്ഥാന കാലഘട്ടം എന്ന് പറയുന്നത് യുക്തി ചിന്തകളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് പോകാം. ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് ആർട്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് ആർട്ട്? എന്താണ് റിനൈസൻസ് ആർട്ടിൻ്റെ അല്ലെങ്കിൽ റിനൈസൻസ് കലയുടെ സവിശേഷത എന്താണ്? അതിന് ഞാനൊരു
ട്രിക്ക് പറഞ്ഞു തരാൻ പോവാണ് കേട്ടോ. അതെ റിയൽ, അതെ റിനൈസൻസ് ആർട്ട് എന്ന് പറയുന്നത് തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നാണല്ലോ റിയൽ. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, റിയൽ. അപ്പോൾ 6 എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ഹ്യൂമൻസ് ആണ്. അതായത് മനുഷ്യനെ യഥാർത്ഥത്തിൽ കാണുന്നത് പോലെ തന്നെ അവർ വരയ്ക്കാൻ ശ്രമിച്ചു. അവരുടെ മുഖഭാവം, വസ്ത്രം, ഭംഗി അതെല്ലാം കറക്റ്റായിട്ട് പിക്ചറൈസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു ഹ്യൂമൻസിനെ അവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കലാകാരന്മാർ ശ്രമിച്ചത്. അതേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇമോഷൻസ്. അപ്പോൾ അവർ ഇമോഷൻസിനെ പിക്ചറൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. സന്തോഷം, സ്നേഹം, ചിന്ത, അവരുടെ മുഖഭാവത്തിൽ അത് വളരെ വ്യക്തമായുള്ള രീതിയിൽ പ്രതിഫലിക്കുന്ന രീതിയിലാണ് അവർ ആ ഒരു ആവിഷ്കരിച്ചത്. നമ്മൾ കണ്ടല്ലോ ലാസ്റ്റ് സപ്പറിൻ്റെ ആ ഒരു പിക്ചറിൽ അവരുടെ മുഖത്ത് വരുന്ന ആ കൺഫ്യൂഷൻസ്, തന്നെ ഒരാൾ ഒറ്റ കൊടുക്കാൻ പോകുന്നു എന്ന് ജീസസ് പറയുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ശിഷ്യന്മാരുടെ മുഖത്തുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ പോലും അത് വ്യക്തമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ടല്ലേ. എന്ന് പറയുന്ന അനാട്ടമി സ്റ്റഡിയാണ്. അതായത് ശരീര ഘടനയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു രീതി അവർ തങ്ങളുടെ ചിത്രങ്ങളിലും കലകളിലുമൊക്കെ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ശരിയായ അളവുകളും പേശികളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ശാസ്ത്രീയ സമീപനം കലകളിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ച ഒരു യുഗമായിരുന്നു ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അടുത്തത് എല്ലാണ്. ലൈറ്റ് ആൻഡ് ഷാഡോ, പ്രകാശവും നിഴലുകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾക്ക് ഒരു 3D എഫക്റ്റ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആ ചിത്രങ്ങളുടെ ആഴം വളരെ റിയലിസ്റ്റിക്കായിട്ട് തന്നെ ഉപയോഗിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ റിയാലിസം ആ ഒരു പിക്ചേഴ്സിലൊക്കെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഏതാണ്? ലാസ്റ്റ് സപ്പർ, മോണോലിസ. ഇത് രണ്ടും വരച്ച ലിയനാർഡോ ഡാവിഞ്ചിയാണ്. അടുത്തത് നമുക്ക് റിനൈസൻസ് കൾച്ചറിനെ കുറിച്ച് ചിന്തിക്കാം. ശില്പകലയിൽ ഈ റിനൈസൻസ് കാലത്തുണ്ടായ പ്രത്യേകത എന്താണ്? അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് റിയലിസ്റ്റിക് ഹ്യൂമൻ ബോഡി, അതായത് മനുഷ്യ ശരീരത്തെ യഥാർത്ഥ രൂപത്തിൽ തന്നെ ശരീരത്തിൻ്റെ പേശികളും അളവുകളും ഒക്കെ വളരെ കൃത്യമായി കാണിച്ചുകൊണ്ട് തന്നെ വളരെ യാഥാർത്ഥ്യവൽക്കരിച്ചുകൊണ്ടാണ് അവർ ശില്പങ്ങൾ തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ വളരെ ഓജസ്സുറ്റ ജീവനുള്ളതും തോന്നിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് ആ കാലഘട്ടത്തിലെ പ്രത്യേകത. അടുത്തതെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ സ്കൾപ്ചറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോസസ്സാണ്. അതായത് വളരെ സ്വാഭാവികമായിട്ടുള്ള ശരീരത്തിൻ്റെ ചലനങ്ങളും മുഖഭാവങ്ങളും വളരെ നാച്ചുറലായിട്ട് തന്നെ അവതരിപ്പിക്കുന്ന, സ്വാഭാവികമായിട്ട് തന്നെ അവതരിപ്പിക്കപ്പെടുന്ന രൂപങ്ങളാണ് അവയെല്ലാം. അതായത് ആർട്ടിഫിഷ്യാലിറ്റി കുറച്ചുകൊണ്ട്, കൃത്രിമത്വം കുറച്ചുകൊണ്ട് വളരെ തന്മയത്വത്തോടു കൂടെ തന്നെ മനുഷ്യർ നിൽക്കുന്ന രീതിയും ചലനങ്ങളുമൊക്കെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കലാരീതിയായിരുന്നു ഈ കാലഘട്ടത്തിലെ ശില്പകലകളിൽ പ്രകടമായത്. അത് ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ആണ്. അതായത് ഗ്രീക്ക് റോമൻ ശില്പകലയിലെ സ്വാധീനം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ശരീര സൗന്ദര്യം, അതുപോലെ തന്നെ കൃത്യത, അളവുകളിലെ കൃത്യത എന്നിവയൊക്കെ വ്യക്തമായിട്ട് ഈ ശില്പകലകളിൽ പ്രകടമാണ്. അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് സെക്കുലർ തീംസ് ആണ്. അതായത് പുരാണ കഥാപാത്രങ്ങളെയും ദേവന്മാരെയും ഒക്കെയാണ് ആദ്യം അവർ ചിത്രീകരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ പിന്നീട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിതവും കൂടി അവിടെ ഉൾപ്പെടുത്തുവാൻ തുടങ്ങി. കഥാപാത്രങ്ങളോടൊപ്പം തന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതവും ഇവിടെ പ്രകടിപ്പിക്കുന്നതിലൂടെ കൂടുതൽ ഹ്യൂമാനിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. റെനൈസൻസ് പീരീഡിലെ പ്രധാനപ്പെട്ട ശില്പകലാകാരന്മാരെന്ന് പറയുന്നത് ഡൊണറ്റെല്ലോ ആൻഡ് മൈക്കലാഞ്ചലോയാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അവരുടെ വർക്ക്സുകളാണ്. ഡൊണറ്റെല്ലോയുടെ വർക്കുകൾ ഏതാണ്? ഗട്ടമെലാറ്റ, കുതിരപ്പുറത്തിരിക്കുന്ന ഒരു സോൾജിയറിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഡേവിഡ്, അതായത് ബ്രോൺസിൽ അദ്ദേഹം ചെയ്തൊരു സ്കൾപ്ചറാണിത്. മൈക്കലാഞ്ചലോയുടെ പ്രധാനപ്പെട്ട 2 വർക്ക്സുകളാണ് പിയാത്ത എന്ന് പറയുന്നത് വെർജിൻ മേരി വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഓൺ ഹെർ ലാപ്പ്, അതായത് ഈ ജീസസ് ക്രൈസ്റ്റിനെ മടിയിൽ കിടത്തിയിട്ടുള്ള കന്യാമറിയത്തിൻ്റെ ഒരു ശില്പമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡേവിഡ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്, ഡൊണറ്റെല്ലോയുടെയും ഡേവിഡ് ഉണ്ട്, അതുപോലെ തന്നെ മൈക്കലാഞ്ചലോസ് ഡേവിഡും ഉണ്ട്. അപ്പം രണ്ടും മാറിപ്പോകരുത്, രണ്ടുപേരും ഡേവിഡിനെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചിന്തിക്കാനുള്ള റിനൈസൻസ് ലിറ്ററേച്ചറിനെ കുറിച്ചാണ്. റിനൈസൻസ് കാലഘട്ടത്തിലെ സാഹിത്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്നാണ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റീജിയണൽ ലാംഗ്വേജിലുള്ള, പ്രാദേശിക ഭാഷയിലുള്ള സാഹിത്യത്തിൻ്റെ വളർച്ചയാണ്. അതായത് നേരത്തെ ലാറ്റിൻ ഭാഷയിലുള്ള സാഹിത്യമായിരുന്നു ഉണ്ടായിരുന്നത്, സാഹിത്യ രചനകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ജനങ്ങളുടെ സ്വന്തം ഭാഷകളിൽ, അതായത് ഇറ്റാലിയൻ, ഫ്രഞ്ച്, അതുപോലെ
ഇംഗ്ലീഷ് ഭാഷകളിലൊക്കെ സാഹിത്യ രചനകൾ ഉണ്ടായി. ഈ സാഹിത്യ രചനകളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് വ്യാപിക്കുവാനിടയായി. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കാര്യമാണ് ഇമോഷൻസ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇതിൻ്റെ വിവിധ വികാരങ്ങൾ, ആഗ്രഹം, ദുഃഖം, സന്തോഷം, അതുപോലെ തന്നെ ചിന്തകൾ എന്നിവയ്ക്കൊക്കെ വളരെ പ്രാധാന്യം ഇവിടെ സാഹിത്യത്തിന് ലഭിക്കുകയാണ്. ഇത് ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചസിൻ്റെ മറ്റൊരു പ്രകടനമായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്കുലർ തീംസാണ്. മതേതരമായിട്ടുള്ള പല ആശയങ്ങൾ ഇതിലേക്ക് കടന്നു വരികയാണ്. ഈ കാലഘട്ടത്തിൽ മതപരമായ കഥകളാണ് പ്രാധാന്യമർഹിച്ചിരുന്ന വിഷയമെങ്കിൽ പിന്നീട് ഈ ഒരു റിനൈസൻസ് പീരീഡിലേക്ക് വരുമ്പോൾ മനുഷ്യജീവിതം, രാഷ്ട്രീയം, അതുപോലെ സമൂഹം എന്നിവയൊക്കെ സാഹിത്യത്തിൻ്റെ ഇതിവൃത്തങ്ങളായി മാറുകയാണ്. ഈ സാഹിത്യത്തിൽ പ്രതിഫലിക്കുന്നത് മധ്യകാലഘട്ടത്തിൽ നിന്നും, അതായത് മെഡീവിയൽ പീരീഡിൽ നിന്നും റിനൈസൻസ് പീരീഡിലേക്കുള്ള വലിയൊരു മാറ്റമാണ് ഈ ഒരു സാഹിത്യത്തിൽ പ്രതിഫലിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് പ്രോസ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യം നിലനിന്നിരുന്നത് കവിതാരൂപത്തിലുള്ള, പദ്യരൂപത്തിലുള്ള രചനകളായിരുന്നുവെങ്കിൽ റിനൈസൻസ് പീരീഡിലേക്ക് വരുമ്പോൾ അത് പ്രോസ് ആയിട്ടുള്ള, അതായത് ഗദ്യരൂപത്തിലുള്ള രചനകളുടെ ഒരു വ്യാപനം നമുക്ക് കാണാൻ പറ്റും. കഥയായിട്ടും നോവലായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയ ആശയങ്ങളൊക്കെ അടങ്ങിയ ഗ്രന്ഥങ്ങളായിട്ടുമൊക്കെയുള്ള വലിയൊരു മാറ്റം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റും. കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആരൊക്കെയാണ്? ഡാൻ്റെ, പെട്രാക്ക, മാക്കവെല്ലി. അപ്പോൾ ഇവരുടെ രചനകളും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കണം കേട്ടോ. ഡാൻ്റെയുടെ പ്രധാനപ്പെട്ട കൃതി ഏതാണ്? ഡിവൈൻ കോമഡി. ദ ഡിവൈൻ കോമഡിയാണ്. ഏതാണ്? ദ ഡിവൈൻ കോമഡി ഡാൻ്റെയുടെ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട റൈറ്ററാണ് ബൊക്കാച്ചിയോ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് കമറൂൺ. അതുപോലെ തന്നെ മാക്കവെല്ലിയുടെ കൃതിയാണ് ദ പ്രിൻസ്. ഇറ്റലിയിലുണ്ടായ ഈ റിനൈസൻസിൻ്റെ അലകൾ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും അവിടെയൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില രചനകളും ഓതേഴ്സും ഒക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുവാൻ കാരണമായി. അപ്പോൾ ആരൊക്കെയാണ് നോക്കാം. ഞാനിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറാസ്മസിൻ്റെ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അദ്ദേഹത്തിൻ്റെ കൺട്രി എന്ന് പറയുന്നത് നെതർലാൻഡാണ്. പിന്നെ ഒരു ഓതറാണ് ജിയോഫ്രി ചൗസർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് കാൻറ്റർബറി ടെയിൽസ്. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനായിരുന്നു. അടുത്തത് തോമസ് മൂറാണ്. നമുക്കെല്ലാം അറിയാം, ഉട്ടോപ്പിയ എന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു കൃതി എഴുതിയ ആളാണ് തോമസ് മൂറ്. അദ്ദേഹവും ഇംഗ്ലണ്ടുകാരനായിരുന്നു. ഇനി റിനൈസൻസ് കാലത്തെ പ്രധാനപ്പെട്ട മറ്റൊരു സാഹിത്യകാരനായിരുന്നു സെർവാൻറ്റസ്. നമുക്കൊക്കെ അറിയാം അല്ലേ. അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണെന്നറിയാമോ മക്കളെ? ക്യുവോഡിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി. ഇദ്ദേഹം സ്പെയിൻകാരനായിരുന്നു. ഇനി അടുത്തൊരു റിനൈസൻസ് സാഹിത്യകാരൻ എന്ന് പറയുന്നത് ഫ്രാൻസിസ് റബലൈസ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതി എന്ന് പറയുന്നത് പാന്റാഗ്രുവലാണ്. അദ്ദേഹം ഫ്രാൻസുകാരനായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, ഇത് പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ പ്രിപ്പയർ എ എസ്സേ ഓൺ ടോപ്പിക് ഹ്യൂമാനിസം ആൻഡ് റിനൈസൻസ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. വരാൻ സാധ്യത വാട്ട് വാസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ പ്രിൻറ്റിംഗ് പ്രസ് ഇൻ റിനൈസൻസ് പീരിയഡ്. അപ്പോൾ റിനൈസൻസ് പീരീഡിൽ ഈ പ്രിൻറ്റിംഗ് പ്രസ്സിനുണ്ടായിരുന്ന ഒരു പ്രാധാന്യം എന്തായിരുന്നു? ആ ഒരു കാലഘട്ടത്തിൽ എന്ത് ചേഞ്ചസ് ആണ് ഈ പ്രിൻറ്റിംഗ് പ്രസ് മൂലം വന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് KLP. എന്താണ്? K എന്ന് പറയുന്നത് നോളജ് സ്പ്രെഡാണ്, L എന്ന് പറയുന്നത് ലിറ്ററസി ഗ്രോത്ത് ആണ്, P എന്ന് പറയുന്നത് പോപ്പുലർ ലിറ്ററേച്ചറാണ്. അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് റിനൈസൻസ് പീരീഡിൽ പ്രാധാന്യം അർഹിക്കുന്നത് നമുക്ക് നോക്കാം. എന്ന് പറയുന്നത് നോളജ് സ്പ്രെഡാണ്. അപ്പോൾ അറിവിൻ്റെ വ്യാപനം. ഈ റിനൈസൻസ് പീരീഡിൽ പുസ്തകങ്ങൾ ധാരാളമായിട്ട് അച്ചടിക്കുവാൻ തുടങ്ങി. അത് സാധാരണക്കാരിലേക്കും ഈ ഒരു പുസ്തകങ്ങൾ എത്തിച്ചേരുകയും അത് യൂറോപ്പിലാകമാനം ഈ ആശയങ്ങൾ വളരെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഇത് സാധാരണക്കാരായ ആളുകളിലേക്ക് പോലും റിനൈസൻസിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ നവോത്ഥാനത്തെക്കുറിച്ചിട്ടുള്ള അറിവുകൾ എത്തിച്ചേരുവാനൊക്കെ ഇടയായി. എന്ന് പറയുന്നത് ലിറ്ററസി ഗ്രോത്താണ്. അതായത് പുസ്തകങ്ങളുടെയൊക്കെ വില കുറഞ്ഞതോടെ ഈ പുസ്തകങ്ങൾ അവൈലബിൾ ആകാൻ തുടങ്ങി. എല്ലാവർക്കും അവൈലബിൾ ആകാനൊക്കെ തുടങ്ങിയതോടുകൂടെ ആളുകൾ എന്ത് ചെയ്തു? പുസ്തകങ്ങളൊക്കെ ധാരാളമായിട്ട് വായിക്കുവാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടുവാനുമൊക്കെ ഇത് കാരണമായി തീർന്നു. പല കാര്യങ്ങളെക്കുറിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും അറിവ് ലഭിക്കുവാൻ ഈ പുസ്തകങ്ങളുടെ പ്രചാരം വലിയ ഇമ്പാക്റ്റാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയത്. ഇനി അടുത്തത് പോപ്പുലർ ലിറ്ററേച്ചറാണ്. അതായത്
സാഹിത്യത്തിൻ്റെ വളർച്ച, അതായത് തദ്ദേശീയമായിട്ടുള്ള ഭാഷയിൽ ജനങ്ങളുടെ പ്രാദേശിക ഭാഷയിലൊക്കെ ഈ രചനകൾ ലഭ്യമാകാൻ തുടങ്ങി, സാഹിത്യ രചനകളൊക്കെ ലഭ്യമാകാൻ തുടങ്ങി. ഒത്തിരി എഴുത്തുകാരും അതുപോലെ ഒത്തിരി ആശയങ്ങളുമൊക്കെ ഉയർന്നു വരുവാൻ ഈ കാലഘട്ടം കാരണമായി. റിനൈസൻസ് കാലഘട്ടത്തിലെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ്. റിനൈസൻസ് ആൻഡ് സയൻസ് ആണ് കാലഘട്ടത്തിലുണ്ടായ ഒരു മെയിനായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ജിയോസെൻട്രിക്കിൽ നിന്ന് ഹീലിയോസെൻട്രിക് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്കുള്ളൊരു മാറ്റമാണ്. ജിയോസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി അല്ലേ? ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമെന്നും എല്ലാ ഗ്രഹങ്ങളും ഭൂമിയാണ് ചുറ്റുന്നതെന്നുമുള്ള ആശയമാണ് ജിയോസെൻട്രിക്. എന്നാൽ ഇവിടെ നിന്ന് ഹീലിയോസെൻട്രിക് എന്നുള്ളൊരു ആശയത്തിലേക്കൊരു മാറ്റം വരികയാണ്. അതായത് സൂര്യനാണ് പ്രധാനപ്പെട്ട പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും സൂര്യനെയാണ് ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്നതെന്നുമുള്ള ആ ഒരു ആശയം നിക്കോളസ് കോപ്പർനിക്കസ് മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗലീലിയോ ഗലീലി പിന്നീട് അത് പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിനി അടുത്തത് ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടെലിസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തമാണ്. ദൂരദർശിനി ആരാണ് കണ്ടുപിടിച്ചത്? ഗലീലിയോ ഗലീലിയാണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റി കണ്ടുപിടിക്കുകയാണ്. ഐസക് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റി ഭൂഗുരുത്വ ആകർഷണ ബലത്തെക്കുറിച്ചുള്ള ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. അത് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനായ കെപ്ലർ പറയുന്നത് ഇതിൽ നിന്നുമുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ചുറ്റുന്ന ഓരോ ഗ്രഹങ്ങളുടെയും സ്പീഡ് വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദ സ്പീഡ് ഓഫ് ദ പ്ലാനറ്റ് വേരിഡ് ബേസ്ഡ് ഓൺ ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. അപ്പോൾ ഈ ശാസ്ത്ര രംഗത്തും വളരെയേറെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുകയാണ്. നമ്മൾ പ്രധാനപ്പെട്ട 2 പേരുകൾ ഈ വൈദ്യശാസ്ത്ര രംഗത്തെ കണ്ടുപിടുത്തത്തോടനുബന്ധിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. അത് ഏതാണ്? മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ച് നേരിട്ട് പഠനം നടത്തിയ ആളാണ് വെസാലിയസ്. മനുഷ്യ ശരീരത്തെ നേരിട്ട് വിച്ഛേദിച്ച് പഠനം നടത്തിയ ആളാണ് ഈ വെസാലിയസ് എന്ന് പറയുന്നത്. തന്നെ മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ, പേശികൾ, അവയവങ്ങൾ എന്നിവയുടെ ഘടനയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പഠനം നടത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ ആധുനിക ശരീരഘടനാശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് കൂടി അദ്ദേഹത്തെ അറിയപ്പെടുന്നു. അടുത്ത ആളാണ് പാരാസെൽസസ്. അദ്ദേഹം എന്ത് രീതിയിലുള്ള പഠനമാണ് നടത്തിയത്? രോഗങ്ങൾ ദൈവദത്തമല്ല, പ്രകൃതിദത്തമാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പം ആദ്യകാലങ്ങളിൽ വിശ്വസിച്ചിരുന്നത്, മധ്യകാലഘട്ടങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്നത് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് ദൈവകോപം കൊണ്ടുണ്ടാകുന്നതാണ് എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടന്നിരുന്നത്. അദ്ദേഹം രോഗങ്ങൾക്ക് ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ചികിത്സകൾക്ക് പ്രചോദനം നൽകുകയും ഒക്കെ ചെയ്തു. അതുപോലെ തന്നെ കെമിക്കൽ രാസപദാർത്ഥങ്ങൾ ചികിത്സയിൽ ഉപയോഗിക്കാമെന്നൊക്കെ കണ്ടുപിടിച്ച ആളാണ് ഇദ്ദേഹം. പിന്നെ റിനൈസൻസ് കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം വികസിക്കുവാൻ ഇതുപോലെയുള്ള ശാസ്ത്രകാരന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ വളരെ പ്രചോദനമാകുകയാണ്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. വൈ റിനൈസൻസ് ഈസ് എ ട്രാൻസിഷൻ പീരിയഡ്? എന്തുകൊണ്ടാണ് റിനൈസൻസിന് ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന മാറ്റത്തിൻ്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്? അപ്പോൾ അതിൻ്റെ അകത്ത് വരേണ്ട കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, റിനൈസൻസ് എന്ന് പറയുന്നത് മെഡീവിയൽ പീരീഡിൽ നിന്ന് മോഡേൺ പീരീഡിലേക്കുള്ള ഒരു ഷിഫ്റ്റിൻ്റെ കാലഘട്ടമാണ്, മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഫ്യൂഡൽ വ്യവസ്ഥിതി അവസാനിക്കുകയും മോഡേൺ ഏജിലേക്കുള്ള ഒരു മാറ്റം അവിടെ നടക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സയൻറ്റിഫിക് തിങ്കിങ് ഉയർന്നു വരികയാണ്. സയൻറ്റിഫിക് തിങ്കിങ് റൈസ്. പരമ്പരാഗത ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ളൊരു വിശകലനം അവിടെ നടക്കുകയാണ്. തിരിച്ചതുപോലെ തന്നെ എമർജൻസ് ഓഫ് ഹ്യൂമാനിസം അവിടെ നടക്കുകയാണ്. മാനവികതയുടെ ഒരു ആവിർഭാവം അവിടെ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ആർട്ട് റിയാലിസം, അതായത് ആർട്ടിൽ കലകളിലൊക്കെ എന്ത് ചെയ്യാണ്, ഒരു റിയാലിസത്തിൻ്റെ ഒരു സ്വാധീനം കാണുകയാണ്. അതുപോലെ സെക്കുലർ ആയിട്ടുള്ള പൊളിറ്റിക്സ് അവിടെ നടക്കുകയാണ്. മതേതരമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ നടക്കുകയാണ്. നേരത്തെ എന്തായിരുന്നു നമ്മൾ കണ്ടത്? വാഴ്ചയൊക്കെ ദൈവദത്തമാണെന്ന് വിശ്വസിച്ചിരുന്നൊരു കൂട്ടം ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? എന്നാൽ അതിൽ നിന്ന് മാറി സെക്കുലർ പൊളിറ്റിക്സ് അവിടെ എന്ത് ചെയ്യുകയാണ്, ആവിർഭവിക്കുകയാണ്. ഡെമോക്രസി എന്നുള്ള ആശയം അവിടെ പ്രചരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഈ ഒരു പോയിൻറ്റ്സൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ ഓരോ പോയിൻറ്റ്സും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഹ്യൂമാനിസമാണ്. അപ്പം ഈ ഹ്യൂമാനിസത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ആൽപ്സ് SHR. എന്താണ് ആൽപ്സ് SHR? അത് മനസ്സിൽ പറഞ്ഞേ. ആൽപ്സ് SHR പോയിൻറ്റ്സ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കുറച്ച് മനസ്സിലാക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കുറേ ലെങ്തി ആയി പോകും. ആൽപ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹയസ്റ്റ് ആയിട്ടുള്ളൊരു മൗണ്ടെയിൻ ആണ് അല്ലേ? അപ്പോൾ ഈ ഹ്യൂമാനിസത്തിലെ ഹയസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. അതാണ് ആൽപ്സ് എന്നുള്ളതിൻ്റെ എന്ന് പറയുന്ന ആർട്ട് റിയലിസം. ആർട്ടിൽ മനുഷ്യനെയും പ്രകൃതിയുമൊക്കെ യഥാർത്ഥ രൂപത്തിലും ഭാവത്തിലും വിശദീകരിക്കുന്ന ഒരു രീതിയാണ്.
എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ ഗ്രോത്താണ്. നമ്മൾ കണ്ടല്ലോ ലിറ്ററേച്ചറിൻ്റെ ഒരു മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാകുകയാണ്, വലിയൊരു പുരോഗതിയും വളർച്ച ഉണ്ടാകുകയാണ്. ഇനി പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ചേഞ്ചസ് ആണ്. അതൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നു അല്ലേ. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുകയാണ് ഹ്യൂമാനിസത്തിൻ്റെ ഫലമായിട്ട്. ഇനി എസ് എന്ന് പറയുന്നത് സയൻസ് ഡെവലപ്മെൻ്റ് ആണ്. സയൻസിൻ്റെ മേഖലയിൽ വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് സെക്യുലറിസമാണ് അല്ലേ. മതേതര കാര്യങ്ങൾ ഏറ്റവും വ്യാപകമാവുകയാണ് പല രീതിയിലും, രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അതുപോലെ തന്നെ കലയിലുമൊക്കെ സാഹിത്യത്തിലുമൊക്കെ മതേതര വിഷയങ്ങൾ പ്രകടമാവുകയാണ്. അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഹിസ്റ്ററി സയൻറ്റിഫിക് ആവുകയാണ്. അതായത് ചരിത്രം എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ്, ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ബേസിൽ എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ ചിന്തിക്കപ്പെടുകയാണ്. നേരത്തെ എന്ന് പറയുന്നത് എന്താണ്, ഇത്തരം പല വിശ്വാസങ്ങളുടെയും അല്ലെങ്കിൽ മിത്തുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചരിത്രം പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ എന്ത് ചെയ്യുകയാണ്, സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു രീതിയിലൂടെ തിയോളജിക്കൽ എക്സ്കവേഷൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചരിത്രം എന്ത് ചെയ്യുകയാണ്, ചിന്തിക്കപ്പെടുകയാണ്, പുനർചിന്തിക്കപ്പെടുകയാണ്. ഹ്യൂമാനിസത്തിൻ്റെ മറ്റൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് റിഫർമേഷനാണ്. അതെ, മതനവീകരണം അല്ലേ. അത് നമുക്ക് നന്നായിട്ട് അറിയാം. നാട്ടിൽ ഞാൻ റിഫർമേഷനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണ നിങ്ങൾക്ക് തരാം. ഇതുപോലൊരു ക്ലാസ് ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ക്ലാസ് റിഫർമേഷനെ കുറിച്ചാണ്. ആൽപ്സ് SHR കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഹ്യൂമാനിസത്തിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, റിനൈസൻസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫി. അപ്പോൾ എന്താണ്, വേൾഡ് ഹിസ്റ്ററി ഈ ഒരു കാലഘട്ടത്തിൽ റിനൈസൻസ് പീരീഡിൽ 3 ഡിവൈഡ് ചെയ്യപ്പെടുകയാണ്. ഏൻഷ്യൻ പീരീഡ്, മെഡീവിയൽ പീരീഡ്, മോഡേൺ പീരീഡ്. അപ്പോൾ ഏൻഷ്യൻ പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എഴുതപ്പെട്ട രേഖകളൊന്നുമില്ലാത്ത കാലഘട്ടമാണ്. ഇനി മെഡീവിയൽ പീരീഡ് എന്ന് പറയുന്നത് C5th സെഞ്ച്വറി തൊട്ട് C15th സെഞ്ച്വറി വരെയുള്ള കാലഘട്ടമാണ് മെഡീവിയൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പം C15th സെഞ്ച്വറി തൊട്ട് ഇപ്പോൾ വരെയുള്ള കാലഘട്ടമാണ് മോഡേൺ പീരീഡ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. സയൻറ്റിഫിക് ഹിസ്റ്റോറിയോഗ്രാഫിയും എവിഡൻസ് ബേസ്ഡ് ഹിസ്റ്റോറിയോഗ്രാഫിയും ഉണ്ടാവുകയാണ്. അതായത് സയൻറ്റിഫിക് എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള വിശകലനത്തിലൂടെ ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ എഴുതുന്ന ഒരു രചനാരീതിയാണ് ഈ സയൻറ്റിഫിക് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. അതേസമയം എവിഡൻസ് ബേസ്ഡ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത് എവിഡൻസിൻ്റെയും അതുപോലെ തന്നെ ചരിത്രാവശിഷ്ടങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പഠനം നടത്തി ചരിത്രം എഴുതപ്പെടുന്നതിനെയാണ് എവിഡൻസ് ബേസ്ഡ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ മുഖാന്തരം ലഭിക്കുന്ന തെളിവുകൾ, അതായത് കോയിൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, മാനുസ്ക്രിപ്റ്റ്സ്, ഇതൊക്കെ എടുത്ത് അതിൻ്റെ കാലഘട്ടത്തെ വിശകലനം ചെയ്തുകൊണ്ട് അതിൻ്റെ ബേസിൽ ചരിത്രം രേഖപ്പെടുത്തുന്ന രീതിയാണ് ആർക്കിയോളജിക്കൽ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. മനസ്സിലായോ? പ്രധാനമായിട്ടും ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഹ്യൂമാനിസത്തിൻ്റെ ആവിർഭാവത്തോടുകൂടെ ഈ ചരിത്രത്തിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഒരു ആശയം ഉണ്ടായി വരികയാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്, വിമർശനാത്മകമായിട്ടുള്ള ഒരു അപഗ്രഥനമാണ്. അതായത് ഓരോ കാര്യത്തെയും എന്തുകൊണ്ട് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് ഉത്തരം കണ്ടെത്തുന്ന ഒരു രീതി. പണ്ട് കാലത്ത് നിലനിന്നിരുന്ന മിത്തുകളെയും അല്ലെങ്കിൽ വിശ്വാസങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ അതല്ല സംഭവിച്ചത്, ഇന്നതാണ്, സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള രചനകളാണ് ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നത്. ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്താണ്, ക്രോണിക്കിൾസ് എന്നാണ്. ക്രോണിക്കിൾസ് ചരിത്രരചനയോടനുബന്ധിച്ച് വരുന്ന ഒരു കാര്യമാണ്. എന്താണ് ക്രോണിക്കിൾസ്? കാഴ്ചയുടെ ഏകാധിപത്യ ഭരണക്രമത്തിലുമൊക്കെ എന്ത് ചെയ്യുകയാണ്, ഓരോ രാജാവിൻ്റെ സദസ്സിലും ഹിസ്റ്റോറിയൻസ് ഉണ്ടാവും. അപ്പോൾ ഈ രാജാവിൻ്റെ നേട്ടങ്ങളും കാര്യങ്ങളും അവരുടെ രാജഭരണത്തിലുണ്ടായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുന്ന ജോലിയായിരുന്നു അവരുടേത്. അപ്പോൾ ഇത്തരത്തിൽ ചരിത്രകാരന്മാർ അവരവരുടെ രാജ്യത്തെ രാജാക്കന്മാരുടെ നേട്ടങ്ങളും അവരുടെ ഭരണപരിഷ്കാരങ്ങളുമൊക്കെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകളെ മോഡേൺ ഹിസ്റ്റോറിയൻസ് വിളിക്കുന്ന പേരാണ് ക്രോണിക്കിൾസ്. മനസ്സിലായോ? ഉള്ള തെളിവുകൾ ഓരോ രാജ്യത്തെ രാജാക്കന്മാരുടെ നേട്ടങ്ങളെയും കാര്യങ്ങളെയും അല്ലെങ്കിൽ അവർ വരുത്തിയ ഭരണപരിഷ്കാരങ്ങളെയും ഒക്കെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മോഡേൺ ഹിസ്റ്റോറിയൻസിനെ ഇത്തരത്തിലുള്ള രേഖകൾ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലുള്ള ക്രോണിക്കിൾസ് എന്ത് ചെയ്യുകയാണ്, ഹിസ്റ്റോറിയോഗ്രാഫിയെ വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ്. ഈ ക്ലാസ്സിൽ നമുക്ക് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില പോയിൻറ്റ്സുകൾ. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ ഞാൻ റിഫർമേഷനെ കുറിച്ചൊരു ക്ലാസ് ഞാൻ ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ ക്ലാസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. എക്സാമിന് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. അവർക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.